യെസ്, അപ്പം നമ്മൾ നമ്മുടെ ഫ്ലവർ ഷോ കണ്ടു കഴിഞ്ഞു. അടിപൊളി ഒരു ഷോ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആക്ച്വലി വീഡിയോ എടുത്തപ്പോൾ മഴയില്ലായിരുന്നു. ഇപ്പം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഊട്ടിയിൽ മഴയും കാര്യങ്ങളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നേരെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഫുഡും അതിൻ്റെ സെയിലും ഒന്നുമില്ല, ഫുഡ് കൗണ്ടറുകളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഫുഡ് സ്ട്രീറ്റും പിന്നെ അതുപോലെ തന്നെ വഴിയോര കച്ചവടങ്ങളും ഒക്കെയാണ് കേട്ടോ. വഴിയോര കച്ചവടത്തിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, അവർ ഇപ്പം 200 രൂപയുടെ ഒരു സാധനത്തിന് 300 തുടങ്ങും. അപ്പോൾ ഇത് നമ്മളിപ്പം കഴിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മൾ നിലക്കടലയാണല്ലോ കേട്ടോ, നിലക്കടല മസാല ഇട്ടിട്ടുള്ളതാണ്. ഇത് നല്ല അടിപൊളി ഒരു സാധനമാണ്. ഇവിടെ നല്ലൊരു ടേസ്റ്റാണ്, അത് പുഴുങ്ങിയെടുത്തിട്ടുള്ള ടേസ്റ്റാണ്. എനിക്ക് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലെയിനായിട്ടുള്ള ഒരു നിലക്കടലയാണ് ഓർഡർ ചെയ്തത്. ഇതും നല്ല ടേസ്റ്റാണ്. ഉപ്പും എന്നിട്ട് ജസ്റ്റ് ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുത്തു, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളും അക്രി സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് നമ്മുടെ പ്ലംസ് ആണ്. ഇവിടുത്തെ പ്ലംസിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് സ്വീറ്റ് കോണാണ് ആക്ച്വലി. ഇത് സ്വീറ്റ് കോൺ എനിക്കിഷ്ടം ഈ രീതിയിലുള്ളതല്ല. എനിക്ക് മറ്റേ നമ്മൾ എന്താ പറയുക, കനലിൽ ഇങ്ങനെ എടുക്കുന്നതാണ്. അത് കാണും അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അതുപോലെ ഫ്രഷ് ക്യാരറ്റുകളൊക്കെ കിട്ടാനുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴുകാനായിട്ടൊരു വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കഴുകി അപ്പം തന്നെ കഴിക്കണമല്ലോ. വെള്ളമൊന്നും അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ മാങ്ങയുടെ പീസ് എല്ലാത്തിനും 50 രൂപ റേഞ്ചിലൊക്കെയാണ് മിക്കവാറും എല്ലായിടത്തും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി ഈ ഫ്ലവർ ഷോയ്ക്ക് വലിയ തിരക്കില്ല. തിരക്കുണ്ടെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന റോഡിൻ്റെ അവസ്ഥ ഇതായിരിക്കത്തില്ല. നല്ല ക്രൗഡഡാണ്. അതുകൊണ്ട് കച്ചവടങ്ങളൊക്കെ വളരെ മോശമാണെന്നാണ് ഞാൻ 1-2 കടകളിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് അവർ കഴിയാണ്. കണ്ണ് വെട്ടിച്ച് നീപമോൻ വീണ്ടും ബാഗിൽ പോയി കണ്ണ് വെച്ചിട്ടുണ്ട്. ഈശോയെ, എന്താണാവോ, ഏതാണ്ടൊക്കെ എടുത്ത് വില പേശുന്നുണ്ട് തമിഴിൽ. കൊഞ്ചം തമിഴ് അറിയാം, പക്ഷേ എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് വില പേശൽ തമിഴിലാണ് അവിടെ നടക്കുന്നത്. നോക്കട്ടെ, അല്ലെ പണി പാളും. നമ്മുടെ ബാഗ് പർച്ചേസ് പാളിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടാവണം. യെസ്, ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ പൊട്ടറ്റോ ചിപ്സ് മാതിരി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് രണ്ടാമതൊന്നുകൂടെ ഡീപ് ഫ്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം പലയിടത്തും ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ ഈ കട വന്നപ്പോൾ ഓയിൽ നല്ല ഫ്രഷായിട്ട് തോന്നി. അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ നീറ്റായിട്ടാണ് മാക്സിമം. എന്നാലും ചിലയിടത്തൊക്കെ ഓയിൽ അത്ര സുഖമായിട്ട് തോന്നിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന് കണ്ടപ്പോഴൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഓയിലായിട്ട് തോന്നിച്ചു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എണ്ണയിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഞാനിത് കഴിക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ മാഗി നൂഡിൽസും അവരുടെ ഒരു സെറ്റപ്പിലൊക്കെ ചെയ്തു തരും. അപ്പോൾ സംഭവം അത് നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റ്. അത് മയോണൈസും പിന്നെ സോസും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം വീണ്ടും നീവ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കാഴ്ചകൾ കാണലാണ്. പർച്ചേസ് ഒന്നും കാര്യമായിട്ട് നടക്കത്തില്ല. എന്നാലും എല്ലാം കണ്ട് കേട്ട് പോകണമെന്നുള്ളൊരു ഇതിലാണ്. എല്ലാം കൂടുതൽ ടോയ്സ് കടകളുണ്ട്. പിള്ളേരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ ഈ ഷോൻ്റെ വെച്ച് തിരിച്ചിറങ്ങി വരുമ്പം ഉറപ്പായിട്ടും കിടന്ന് വെള്ളം ഉണ്ടാക്കും ഈ സാധനങ്ങളൊക്കെ മേടിക്കാനും കടകളിൽ കയറാനും ഒക്കെ. അപ്പോൾ അങ്ങനെ മേടിക്കും. പിന്നെ ഇത് പ്ലംസ് ലൂസായിട്ട് കൊടുക്കുന്നുണ്ട്. അത് 60 റുപ്പീസ് 100 റുപ്പീസ് പല റേഞ്ചിലാണ്.
അപ്പോൾ നമ്മുടെ ഈ ടോയ്സ് വിൽക്കുന്ന കടയിലും എന്താ പറയുക ഇങ്ങനത്തെ കടകളിലുമൊക്കെ വില ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല കത്തി വിലയാണ് കേട്ടോ. നമ്മൾ ബാർഗനിങ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് രക്ഷയില്ല, എടുക്കുന്നില്ല. ഫിക്സഡ് പ്രൈസ് ആണെന്നാണ് പറയുന്നത്. മാക്സിമം നമ്മൾ ബാർഗെയിൻ ചെയ്ത് നോക്കി നമുക്കറിയാവുന്ന ഭാഷയിൽ. ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ഇതുപോലെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും ഒട്ടുമിക്കടുത്തും. പിന്നെന്താ പറഞ്ഞത്, നമ്മളിത് നമ്മുടെ പോപ്കോൺ നമ്മുടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആക്ച്വലി ഇത് നമ്മൾ മേടിച്ചില്ല, നമ്മൾ വയർ ഇപ്പോൾ ഓൾറെഡി ഫുള്ളാണ്. പാക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല, ക്ലോസ് ചെയ്തിരുന്ന സംഭവമില്ല, ലൈവായിട്ട് കഴിക്കാനേ പറ്റത്തുള്ളൂ. ഇത് നല്ല സംഭവമാണ്, ലൈവായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ രീതിയിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം. നമ്മുടെ കനലിൽ വെച്ച് ഇങ്ങനെ പൊള്ളിച്ചിട്ട് എന്താ പറയുക കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അവരുടെ ഒരു മസാല ഉണ്ട് കേട്ടോ, ഉപ്പും മുളകും എല്ലാം കൂടെ കൂട്ടിയിട്ട് അത് ടേസ്റ്റ്, നാരങ്ങ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു മസാലയുണ്ട്, അത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇതിവിടെ കോമൺ ആണ്. ഒരു പീസിന് വരുന്നത് 50 റുപ്പീസാണ്. അപ്പം സംഭവം ഓൾറെഡി സെറ്റാക്കി വെച്ചൊരു സാധനം നമുക്ക് തന്നു. എന്താ പറയുന്നത്, ഇത് ഇപ്പം ചെറിയ മധുരമുണ്ട് ഇതിന്. എനിക്ക് മധുരം ഇല്ലാത്ത ടൈപ്പ് കിട്ടിയിരുന്നെങ്കിലായിരുന്നു കുറച്ചുകൂടെ നല്ല. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ നല്ല എരിവും ആ നാരങ്ങയുടെ ആ പുളിപ്പും ആ ഉപ്പും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. നേരത്തെ എനിക്ക് സ്വീറ്റ് എനിക്ക് ഇത്ര അങ്ങോട്ട് താല്പര്യമില്ല സ്വീറ്റ്, പക്ഷേ സംഭവം മേക്ക് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കടകളുടെയും മുന്നിൽ കാണും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനൊന്നും ക്വാളിറ്റിയെ പറ്റി എനിക്കറിയില്ല, ചോക്ലേറ്റ്സ് മേടിക്കാനായിട്ട് വലിയ പ്ലാൻ ഇല്ല. കാര്യം നമ്മൾക്ക് ലാസ്റ്റ് ചെയ്യോ ഇല്ലയോ ഒന്ന് കാര്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല. എന്നാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഓപ്പൺ സ്ട്രീറ്റിൽ നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ രണ്ട് സൈഡിലും കടകളുണ്ട്. അത്യാവശ്യം ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് ചെയ്യാം, ബാർഗെയിൻ ചെയ്ത് നോക്കുക. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യമൊക്കെ പാളിപ്പോയി. അങ്ങനെ ഇവിടെ നിന്നായിരുന്നു നമ്മൾ നേരത്തെ എൻട്രി ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ പുറത്ത് വന്ന് എക്സിറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് സിറ്റി ബസ് കിട്ടും, അതായത് നേരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടി സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ വരും, സിറ്റി ബസ്. ഓക്കെ, അതിവിടെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. സിറ്റി ബസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ ആ മെയിൻ ഗേറ്റിൻ്റെ ഇതുണ്ടല്ലോ, നമ്മൾ റോഡ് വഴി അങ്ങനെ കയറിയില്ല. അപ്പോൾ ഇവിടെ എക്സിറ്റ് വന്നു കഴിഞ്ഞാലും ഇവിടെ സ്റ്റോഴ്സും ബേക്കറികളും ഹോട്ടൽസ് ഇവിടെ കണ്ടില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നാൽ ഹോട്ടൽസ് ഉണ്ട്, ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്. അപ്പം ഇവിടെ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേക്കറികളുണ്ട്, ബേക്കറിയിൽ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ട് ഈ ചോക്ലേറ്റ്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ചോക്ലേറ്റ് മേടിക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് കയറി നോക്കിയില്ല. കിലോയ്ക്ക് 200 to 60, 300 പ്ലസ് അങ്ങനെ അങ്ങ് പോകും. ഒരു അത്യാവശ്യം നല്ലൊരു ചോക്ലേറ്റ് ഷോപ്പാണ്. അത് ഇങ്ങോട്ട് നമ്മൾ അതായത് ബസ് കാത്തിരിക്കുന്നതിൻ്റെ സ്റ്റേഷൻ്റെ അവിടെ തന്നെയുള്ള 150 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാഷ്യൂവിൻ്റെയും പിസ്താടെയും ഒക്കെ ചോക്ലേറ്റ്, അതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
പിന്നെ അത്യാവശ്യം ഈ ബാഗുകൾക്കുണ്ടല്ലോ, ബാഗുകൾക്ക് അത്യാവശ്യം കുറച്ച് വിലക്കുറവാണ്. അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി എനിക്കറിയില്ല, ലോക്കൽ ക്വാളിറ്റി ആണെങ്കിൽ കൂടി ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വിലക്കുറവാണ്. നമ്മുടെ വലിയ ബാഗിൻ്റെ സൈസിനൊക്കെ വിലക്കുറവാണ് അവിടെ. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ സുവനീറുകളും പിന്നെ ഇങ്ങനെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടകളാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള കടകളാണ്. പക്ഷേ ഇവിടെ നമ്മൾ കയറിയിട്ട് നമ്മളെ വലിയ മൈൻഡൊന്നുമില്ല നമുക്ക്. പക്ഷേ ഇവിടെ വന്നപ്പം ഈ ഊട്ടി ട്രെയിനിൻ്റെ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഇതിനെല്ലാം 60-90 റുപ്പീസൊക്കെയാണ് കൂടുതൽ. അപ്പം ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കായിട്ട് ഊട്ടി ട്രെയിനിൻ്റെ ഒരു സംഭവം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമില്ല, അതിന് 60 ആണെന്ന് തോന്നുന്നു പറയുന്നത്. ഇത് മാർക്കറ്റിങ്ങിൻ്റെ അടുത്ത വലിയൊരു തന്ത്രമാണ് കേട്ടോ. ഏതെടുത്താലും 9 എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. പിന്നെ buy 1 get 1 free. ഇതൊക്കെ പല ലിമിറ്റഡ് സാധനങ്ങൾക്കേ ഉള്ളൂ കേട്ടോ. ഇവിടെ നീവ കയറിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോയപ്പോഴേ കണ്ടുവച്ചിരുന്ന ഷോപ്പാണ്. ഏതെടുത്താലും 9. ആക്ച്വലി ഉണ്ടല്ലോ, ഈ ചെറിയ കുഞ്ഞു സാധനങ്ങൾക്കാണ് 9 രൂപ. ബാക്കി അങ്ങോട്ടുള്ള സാധനങ്ങൾക്കെല്ലാം നല്ല കത്തി വിലയാണ് അത്യാവശ്യം. അപ്പം പുള്ളിക്കാർ വിചാരിച്ച് ഇതിനകത്ത് ഏതെടുത്താലും 9 ആണ് ഈ ഷോപ്പിനകത്തെന്ന് പറഞ്ഞ് കയറിയേക്കാണ്. അവസാനം പണി വാളിയെന്ന് മനസ്സിലായി. നോക്കി ഇനിയും കഴിയട്ടെ. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് വീട്ടിലേക്ക്. നമ്മുടെ മെഡിസിൻസ് മോർണിംഗും ഇങ്ങനെ ഇട്ട് വെക്കാനായിട്ട് പറ്റിയാണ്. അപ്പോൾ രണ്ടുപേർക്കും അത് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ രണ്ടുപേരും പപ്പയും മമ്മിയാണെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. ഇത് ഫാൻസി ലൈറ്റ് അല്ലേ? ബാറ്ററി ഇല്ല. അപ്പം നമ്മുടെ ഈ ഊട്ടി ട്രിപ്പ് ഈ എപ്പിസോഡ് കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോസ് വന്നതിൽ കൂടി നല്ലൊരു സപ്പോർട്ട് തന്നു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ.